സുപ്രിയയെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്നുള്ള വിവരം ഹരി വീട്ടിൽ അറിയിക്കുന്നു. നന്ദനയെയും ശ്രുതിയെയും ഇതിനു മുമ്പ് തനിക്ക് വേണ്ടി ആലോചിച്ച കാര്യം സുപ്രിയയോട് തുറന്നു പറയുമെന്ന ഹരിയുടെ വാക്കിൽ പകച്ച് അച്ഛനും അമ്മയും. രവികുമാറിന്റെ വീട്ടിൽ ഹരിയും വീട്ടുകാരും എത്തുന്നു. ഹരിയും സുപ്രിയയും സംസാരിക്കുന്നു. സംസാരത്തിനിടയിൽ ഹരിക്ക് ഓഫീസിൽ നിന്നും ഫോൺ വരുന്നു. അറ്റൻഡ് ചെയ്യുന്ന ഹരി. ഈ സമയം രേണുക സുപ്രിയയുടെ അരികിലെത്തി സ്നേഹവിവരങ്ങൾ അന്വേഷിക്കുന്നു. വിദ്യാഭാരതി നന്ദനയെ ഫോണിൽ വിളിക്കുന്നു. മുത്തശ്ശിയുടെ പേരിൽ തുടങ്ങാൻ പോകുന്ന ട്രസ്റ്റിനെ പറ്റി പറയുന്നു. ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് വിദ്യാഭാരതി. പനക്കൽ വീട്ടിലെത്തുന്ന പ്രതാപവർമ്മ മനീഷിനുണ്ടായ പോലീസ് കേസിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇനി തുടർന്ന് കാണുക. നല്ലതെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വളരെ നല്ലയാളാണ് ഉദയൻ. അതുകൊണ്ടാണല്ലോ പനക്കൽ വീട് സുമിത്രയ്ക്ക് വീണ്ടും നേടിത്തന്നത്. നന്ദനയല്ലേ ചെയ്തത്? ശരിക്കു പറഞ്ഞാൽ അതാണ് മിസ് അണ്ടർസ്റ്റാൻഡിങ്. നന്ദന വെറുതെ ഒത്താശ ചെയ്തതേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം നടത്തിയതേ ഉദയന, എന്റെ അനിയൻ. സുമിത്രയ്ക്ക് വേണ്ടി പണം മുടക്കിയതും രജിസ്റ്റർ ഓഫീസിൽ പോയതും അയാളാണ്, ഉദയൻ. പുഴയിൽ ചാടിയ കള്ളനെ നോക്കിയിട്ട് പോലീസ് വടി പോലെ കരയിൽ നിൽക്കും. നാട്ടുകാർ നീന്തി ചെന്ന് അവനെ പിടികൂടും. പക്ഷേ കള്ളനെ വളരെ സാഹസികമായി പിടിച്ചതിന്റെ ക്രെഡിറ്റ് പോലീസുകാർ കൊണ്ടുപോകും. അതുപോലെയാ ഇവിടെയും നടന്നത്. ഉത്സാഹിച്ചത് ഉദയൻ, പേര് കിട്ടിയത് നന്ദനയ്ക്ക്. അതുപോട്ടെ, 40 സെന്റിന്റെ കാര്യം എന്തായി? നന്ദന അത് സുമിത്രയ്ക്ക് എഴുതി തന്നോ? ഇല്ല. അല്ല, അതേപറ്റി വല്ലതും പറഞ്ഞോ? ഞാൻ ചോദിച്ചില്ല. സുമിത്ര അഭിമാനി ആയതുകൊണ്ട് ചോദിക്കില്ല എന്ന് നന്ദനയ്ക്ക് അറിയാം. അതുകൊണ്ട് അവളും അക്കാര്യത്തിൽ മൗനമായിട്ട് നിൽക്കുന്നു. 40 സെന്റിന്റെ കാര്യം വെറും വാഗ്ദാനം മാത്രമാണെന്നാ എനിക്ക് തോന്നുന്നത്. ഈ വീടിന്റെയും സ്ഥലത്തിന്റെയും കാര്യത്തില് ഉദയൻ ഇത്രയും ഇനീഷ്യേറ്റീവ് ആകുമെന്ന് നന്ദന ഓർത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അയാളെ ഒന്ന് ഓവർടേക്ക് ചെയ്യാനായി വെറുതെ ഒരു കാച്ചിയതാണ് ഈ 40 സെന്റിന്റെ കാര്യം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതിന്റെ കാരണേ സുമിത്രയ്ക്ക് കളങ്കമില്ലാത്തതാണ്. നേരെ വാ, പിന്നിലെ വാതിലിലൂടെ ഇറങ്ങിപ്പോകുക എന്നുള്ള ഏർപ്പാട് സുമിത്രയ്ക്കില്ല. നേരെ വാ, നേരെ പോ, അതാണ് നയം. മുഖത്ത് നോക്കി ഉള്ള കാര്യങ്ങൾ വെട്ടി തുറന്നു പറയും. പിന്നെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തോ, ഞാനേ ഒരു കാര്യം പറയാം. നന്ദനയ്ക്ക് നിങ്ങളോട് നല്ല പകയുണ്ട്. സുമിത്രയോട് അവൾക്ക് വൈരാഗ്യമുണ്ടെന്ന്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞു നടക്കുന്നേ? നിങ്ങൾക്ക് അവളോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിരിക്കാം. അത് പക്ഷെ തീർക്കേണ്ടത് ഇത്തരത്തിലല്ല. നന്ദനയുടെ പേരിലുള്ള ഈ വിശ്വാസം കൊള്ളാം. പക്ഷേ ആ വിശ്വാസം സത്യമല്ല എന്നുള്ളതാണ് സത്യം. നന്ദന എന്റെ ഭാര്യയോട് പറഞ്ഞ വസ്തുതയാണ് ഞാൻ നിങ്ങളെ അറിയിച്ചത്. അതെ, സുമിത്രയോടുള്ള ദേഷ്യത്തെ പറ്റി വിദ്യാഭാരതിയോട് നന്ദന പറഞ്ഞിട്ടുണ്ട്. വളർത്തമ്മയുടെ കുറ്റം പെറ്റമ്മയോട് പറയാ. ഛേ, എന്ത് ചീപ്പാ പെണ്ണ്. സുമിത്ര വളർത്തിയത് കൊണ്ടാണ്, അല്ലാതെ വിദ്യ പ്രസവിച്ചത് കൊണ്ടല്ല നന്ദന ഇന്നത്തെ നന്ദനയായത്. സന്തതികൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസം മാത്രമാണ്. പക്ഷികളും പാമ്പുകളും മുട്ടയിടും, മറ്റു ജന്തുക്കളും മനുഷ്യ സ്ത്രീകളും പ്രസവിക്കും. അക്കൂട്ടത്തിൽ എന്റെ വിദ്യാഭാരതിയും കല്യാണത്തിന് മുമ്പ് ഒരു പ്രസവം അങ്ങോട്ട് പ്രസവിച്ചു. അങ്ങനെ നന്ദന ഉണ്ടായി. പക്ഷേ അവളിങ്ങനെ ജീവിച്ചിരിക്കുന്നതേ സുമിത്ര വളർത്തി വലുതാക്കിയത് കൊണ്ട് മാത്രമാണ്. എവിടെയും ഞാനത് അസന്നിഗ്ധമായി പ്രസ്താവിക്കും. അതുകൊണ്ട് സുമിത്രയോട് എനിക്ക് ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. നന്ദനയുടെ പേരിലുള്ള 40 സെന്റ് അവള് വെച്ച് നീട്ടിയാലും നിങ്ങളത് സ്വീകരിക്കരുത്. സുമിത്രയുടെ അഭിമാനത്തിന്മേൽ ചാരുന്ന കുരിശാണ് ആ സ്ഥലം. പനക്കല സുമിത്ര ശിവരാമന്റെ ഭാര്യയാണ്. അതാ അന്തസ്. അവരൊരിക്കലും 40 സെന്റിന്റെ സുമിത്രയാകരുത്.
കൊറേ പറമ്പിന്റെ പേര് പറഞ്ഞേ ആളാവാൻ നോക്കുക അവള്. ദേ വകവെച്ചു കൊടുക്കരുത്. പ്രലോഭനങ്ങളിൽ വീഴുന്ന പാർട്ടിയല്ല സുമിത്ര എന്നേ നന്ദനെ ഒന്ന് മനസ്സിലാക്കട്ടെ. അവളുടെ ഒരു 40 സെന്റ് ആർക്ക് വേണം? എന്നാലേ ഞാൻ പോവാ കേട്ടോ, പിന്നെ വരാം. നമസ്കാരം. ആരെ? ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരിക. നന്ദനമോളെ ഒന്ന് കാണണം. ഓ, നന്ദനമോളുടെ ആളാണോ? അല്ല, ആരായിട്ട് വരും? ആരാന്ന് ചോദിച്ചാ മോളെന്നെ ഭാസ്കരൻ മാവാന്നാ വിളിക്കുന്നത്. ഉദയന്നൂരെ കാര്യസ്ഥനാണ് ഞാൻ. ആണോ? ഓ. എന്നാ അത് ആദ്യം പറയണ്ടേ. കേറി വാ. ഓ, മോള് ഉദയൻ സാറിന്റെ അനിയന്റെ ഭാര്യയെ കണ്ടപ്പോ തോന്നി. ഉദയന്നൂർ എന്തൊക്കെയാ ചേട്ടാ വിശേഷങ്ങള്? അങ്ങനെ പോകുന്നു. അവിടെ ഇപ്പോ രഘുനാഥനും പ്രതിഭയും മാത്രമല്ലേ ഉള്ളൂ. മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയി 10-15 പേര് താമസിച്ചിരുന്ന വീടാ. ആ കാലമൊക്കെ പോയി. ചേട്ടൻ കോവിലകത്ത് തന്നെയാണ് താമസം? അല്ല, വീടടുത്താണ്. കാര്യസ്ഥനെന്ന് പറയാവുന്നതേ ഉള്ളൂ. ഇപ്പൊ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല കോലോത്ത്. നന്ദനെ കണ്ടിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? മറ്റൊന്നും കൊണ്ടല്ല, പതിവില്ലാത്തൊരു വരവായതുകൊണ്ട് ചോദിച്ചതാ. ഗുരുവായൂരൊന്ന് തൊഴാൻ ഇറങ്ങിയതാ ഞാൻ. അടുത്തുവരെ വന്ന സ്ഥിതിക്ക് മോളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കൊറേ ആയല്ലോ നന്ദനമോൾ ആ വഴിക്ക് വന്നിട്ട്. നന്ദനയ്ക്ക് ഇവിടെ ഭയങ്കര തിരക്കല്ലേ? ഓ, വീട്ടുകാര്യങ്ങൾ നോക്കണം, ഉദയേട്ടന്റെ കാര്യങ്ങൾ നോക്കണം, പിന്നെ ബിസിനസ്സിലും ശ്രദ്ധിക്കണം. അതിനൊക്കെ മിടുക്കിയ. അതെ അതെ, ബഹുമിടുക്കിയ. മോളെ ഒന്ന് വിളിച്ചാ? തിരക്കെന്താ, ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. വിവരങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. പിന്നെ പ്രതിഭയുടെ ഭർത്താവിന് ബിസിനസ് ആണെന്നൊക്കെ പറയുന്നത് ശരിയാണോ? അതെന്താ മോൾ അങ്ങനെ ചോദിച്ചത്? അല്ല, രഘുവേട്ടനെ കണ്ടിട്ട് ഒരു സുഖിമാന്റെ ലക്ഷണ. പ്രതിഭ ഓരോ പൊങ്ങച്ചം പറയണമെന്ന് അറിയണ്ടേ? അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെയാ, യോജിപ്പിലാണോ? യോജിപ്പിലല്ലെന്ന് മോളോട് ആരെങ്കിലും പറഞ്ഞോ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. പ്രതിഭയുടെ വിചാരം ഭൂലോക രമ്പയാണെന്നാ. നിറം ശകലം കുറവുണ്ടെങ്കിലും രഘുവേട്ടനെ കാണാൻ നല്ല ഭംഗിയല്ലേ? ഭാസ്കരമാവ മോളെ വരൂ. ഭാസ്കരമാവൻ എപ്പോ വന്നു? ഞാനിതാ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അതിശയായിരിക്കുന്നല്ലോ. കുറെ നാളായി വിചാരിക്കുന്നു ഗുരുവായൂരൊന്ന് വരണമെന്ന്. രാത്രി പുറപ്പെട്ടു. പുലർച്ചെ കുളിച്ച് നിർമ്മാല്യവും തൊഴുതു. എന്നാ പിന്നെ ഇതിലെ ഒന്ന് കേറിയിട്ടാകാം തിരിച്ചു പോകുന്നെന്ന് വിചാരിച്ചു. എങ്കി ഇന്നലെ പകലെ ഇങ്ങോട്ട് വന്നാ പോരായിരുന്നോ? ഇവിടെ കിടന്നിട്ട് വെളുപ്പിനെ വണ്ടി അയക്കായിരുന്നല്ലോ. ഓ, അതൊന്നും സാരമില്ല. കണ്ണ് നിറയെ കണ്ട് ഗുരുവായൂരപ്പനെ തൊഴുതു. ഭഗവാനെ നാരായണ. ഉദയൻ സാറില്ലേ മോളെ ഇവിടെ? പുറത്തു പോയിരിക്കാം. ഓ, ഭാസ്കരമാവൻ വാ. ഭാസ്കരമാവന് എന്നോടെന്തോ പറയാനുണ്ട്. മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ശരിയാ മോളെ, ശരിയാ. ഗുരുവായൂർ പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഭഗവാനെ കണ്ട് കരഞ്ഞു പറഞ്ഞിട്ടും നെഞ്ചില് ഭാരം അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല. സഹിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി ഭാസ്കരമാവ? വിദ്യാഭാരതിയും നന്ദനമോളെയും ഒരുമിച്ച് കണ്ട് സംസാരിക്കേണ്ട വിഷയമാണ്. അതിനുവേണ്ടിയാ കാത്തിരുന്നത്. വിദ്യ ഇനി എന്ന് വരാനാ? അതുവരെ കാത്തിരിക്കാൻ വയ്യ. അതിനുള്ള ശക്തി എനിക്കില്ല.
ഒത്തിരി നാളായി കുഞ്ഞെ ഞാൻ ശരിക്കൊന്നുറങ്ങിയിട്ട്. കണ്ണിലേക്ക് ഉറക്കം വരുമ്പോ അമ്മ തമ്പുരാട്ടിയുടെ മുഖം മനസ്സിൽ തെളിയും. ഭാസ്കരാന്നുള്ള വിളി ചെവി മുഴങ്ങും. അതോടെ ഉറക്കവും പോവും. എങ്ങനെയെങ്കിലുമൊക്കെയാ പിന്നെ നേരം വെളുപ്പിക്കുന്നത്. എനിക്കെന്തോ അസുഖമെന്നാ വീട്ടിൽ പിള്ളേര് പറയുന്നത്. ശരിയാ, ഇങ്ങനെ പോയാ വലിയ താമസമില്ലാതെ ഞാൻ അസുഖക്കാരനാകും. എന്താ അമ്മാവ പ്രശ്നം? മുത്തശ്ശി പോയതിൽ എല്ലാവർക്കും സങ്കടമുണ്ട്. എന്നാലും ഇത് ഭാസ്കരൻ മാമൻ ഇന്നീ പറയുന്നത് മോള് ശ്രദ്ധിച്ചു കേൾക്കണം. അമ്മ തമ്പുരാട്ടിയുടെ അസുഖം ഭേദമായി വരികയായിരുന്നു. വലത്തെ കൈ ചെറുതായി അനങ്ങാൻ തുടങ്ങിയിരുന്നു. സംസാരിക്കാനും ശ്രമം നടത്തുമായിരുന്നു. ഭാസ്കരമാവ ഒക്കെ ഞാൻ മുറിക്ക് പുറത്തുനിന്ന് മനസ്സിലാക്കിയതാ. തല തിരിക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മ എന്നെ കണ്ടില്ല. ചില ശബ്ദങ്ങള് ആ നാവിൽ നിന്ന് പുറത്തു വരുന്നത് ഞാൻ കേട്ടതാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് തമ്പുരാട്ടി. അമ്മ തമ്പുരാട്ടിയുടേത് സ്വാഭാവിക മരണം അല്ലായിരുന്നു മോളെ. അല്ല, ദൈവം വിളിച്ചിട്ടല്ല മോടെ മുത്തശ്ശി പോയത്. ആരാണ്ടാ ജീവൻ എടുത്തതാ? ആരാ ഭാസ്കരമാവ എന്റെ മുത്തശ്ശിയെ കൊന്നത്? ആരാന്ന് പറ. അറിഞ്ഞുകൂടാ എനിക്ക്. പക്ഷെ എന്റെ തമ്പുരാട്ടി ഭരിച്ചതല്ല. അത് ഞാൻ എവിടെയും പറയാം. ഒന്നുകിൽ ആരോ പറഞ്ഞ കുത്തുവാക്കുകൾ കേട്ട് നെഞ്ചു പൊട്ടിയിട്ട്, അല്ലെങ്കിൽ ഏതോ മരുന്ന് മാറി ഉള്ളിൽ ചെന്നിട്ട്. അങ്ങനെയാ ആ ജീവൻ പോയത്. വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. പറഞ്ഞത് ഭാസ്കരമാവന, അല്ലെങ്കിൽ ഞാനും വിശ്വസിക്കില്ലായിരുന്നു. കാര്യസ്ഥനായിട്ടല്ല, ഉദയനൊരു കാരണവരായിട്ട് ഞങ്ങൾ ആ മനുഷ്യനെ കാണുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയോ അതിവിനയം കാണിക്കാനോ വേണ്ടിയല്ല ഭാസ്കരമാവും മുത്തശ്ശിയെ അമ്മ തമ്പുരാട്ടിന്ന് വിളിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരാൾ പറയുമ്പോ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് നിസ്സാരമായ ഒരു ആരോപണമല്ല. ഭാസ്കരക്കുറുപ്പിന് അതിന്റെ പിന്നിൽ എന്തെങ്കിലും മോട്ടീവ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ദുരുദ്ദേശമുള്ള ആളല്ല. ഒടുവിൽ മുത്തശ്ശിയെ ചെന്ന് കാണുമ്പോ എനിക്കും തോന്നിയിരുന്നു അസുഖം ഭേദാവുന്നു. ഒറ്റ കിടപ്പാണെങ്കിലും കണ്ണുകളിൽ ഒരു പുതിയ തിളക്കം തോന്നുമായിരുന്നു. നമ്മൾ എന്തെങ്കിലും പറയുമ്പോ റിയാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അറിയാം. എങ്കിൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? അതെനിക്കൊന്നും വ്യക്തമാവുന്നില്ല. ശത്രുത തോന്നിയെങ്കിൽ ഒരാളെ ഇല്ലാതാക്കാനും മടിക്കാത്ത ചിലരുണ്ട്, കോവിലകവുമായി ബന്ധപ്പെട്ട്. പ്രതാപേട്ടന്റെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. തനിക്കെതിരെ ഒരിക്കലൊരു അറ്റംപ്റ്റ് നടത്തിയ ആളാണല്ലോ. പക്ഷേ ഈ മുത്തശ്ശി വക വരുത്തിയോണ്ട് മൂപ്പർക്കെന്താ നേട്ടം? ചാണക്യന്റെ തന്ത്രമല്ലേ. ഏതൊക്കെ വഴിക്ക് ചിന്തിച്ചു കൂട്ടുമെന്ന് അറിയാൻ പറ്റില്ല. മുത്തശ്ശി എന്റെ പേരിൽ വിൽപ്പത്രം എഴുതി വെച്ചതിൽ ഏറ്റവും പ്രശ്നമുള്ളതും മറ്റാർക്കും അല്ല. എഴുതി രജിസ്റ്റർ ചെയ്ത വിൽപ്പത്രമല്ലേ? മുത്തശ്ശി മരിച്ചത് കൊണ്ട് അതിന് മാറ്റം വരില്ല. വേറെയും പോസിബിലിറ്റീസ് ഉണ്ട്. പുറത്തുനിന്ന് ഉദയന്നൂർ കടന്നുകൂടുന്ന ഏതെങ്കിലും വ്യക്തിയാവാം. അതൊരു പക്ഷേ മോഷ്ടാവായിരിക്കും. ശബ്ദിക്കാൻ വയ്യാതെ കിടക്കുന്ന മുത്തശ്ശിയെ കള്ളൻ എന്തിനു പേടിക്കണം? മുത്തശ്ശിയുടെ കണ്ടീഷൻ അയാൾ മനസ്സിലാക്കണമെന്നില്ല. കള്ളം നോക്കുമ്പോ കണ്ണു തുറന്നു നടക്കുന്ന ഒരാൾ എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നു.
അങ്ങനെ വരുമ്പോ സ്വയരക്ഷയ്ക്ക് വേണ്ടി അയാൾ കൊല നടത്താൻ സാധ്യതയുണ്ട്. അകത്തുള്ളത് രഘുനാഥനും പ്രതിഭയാണ്. പിന്നെ ഇടയ്ക്ക് വന്നു പോകുന്നത് ജഗന്നാഥേട്ടൻ. ആരായാലും എനിക്ക് സത്യം അറിയണം. ഉദ്ദേശിച്ചതുപോലെ കുടുംബസ്വത്ത് കിട്ടാത്തതിൽ ദേഷ്യമുണ്ടായിരിക്കാം എന്ന് കരുതി അമ്മയെ കൊലപ്പെടുത്താൻ തയ്യാറാവോ മക്കളും മരുമക്കളും? അങ്ങനെ ചെയ്യാനും മടിയില്ലാത്തവരുണ്ട്. പ്രായമായ അച്ഛനെയും അമ്മയും വീട്ടിലെ ഇരുട്ട് മുറിയിലിട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന മക്കളില്ലേ? വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കുന്നവരില്ലേ? ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ മടിക്കില്ലാന്ന് എന്താ ഉറപ്പ്? എന്താ സംഭവിച്ചെന്ന് അറിയണം. എനിക്ക് നുദിയന്നൂര് വരെ പോണം. തനിച്ച് പോണ്ട, ഞാനും വരാം. ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നാ മതിയോ? നമ്മളായിട്ട് എന്ത് ചെയ്യാനാ? വലിയേട്ടൻ വരട്ടെ, ആലോചിക്കാം. വലിയേട്ടൻ വന്നുകൊണ്ട് ഒരു കാര്യമില്ല. എങ്കിൽ പ്രതാപേട്ടൻ വരട്ടെ. ഇങ്ങനെ അവരിവര് നോക്കിയിരിക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ രഘുവേട്ടന്? കുറഞ്ഞ പക്ഷം നന്ദനെ ഉദയേട്ടനെ ഒന്ന് വിളിക്കുമെങ്കിലും ആവാലോ. അവര് പൈസയുടെ കാര്യം ഏറ്റിരിക്കുമല്ലേ? എനിക്കാണെങ്കിൽ പ്രതാപേട്ടന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. നമ്മൾ സൈലന്റ് ആയിട്ട് നിൽക്കും, പുള്ളി ഇടയിലൂടെ കാര്യം സാധിക്കും. നന്ദനെ നിനക്കൊന്ന് വിളിക്കാവുന്നതേ ഉള്ളൂ. എനിക്കെന്താ പേടിയാണോ? വിളിച്ചിട്ട് തന്നെ കാര്യം. വിളിക്കേ. ആരാ നോക്ക്. അമ്മായിയാ. എടുത്തോ. ആ അമ്മായി. ആ ആളെ പറ്റി ഒരു വിവരം ഇല്ലാത്തോണ്ട് വിളിച്ചതാ. എവിടെയുണ്ട്? അടുത്ത് തന്നെയുണ്ട്. ഞങ്ങളിതേ എത്തി. ആ ശരി ശരി. അടുത്ത് തന്നെയുണ്ട്, ഇങ്ങോട്ട് വരുവാന്ന്. അവര് വന്നു. വാ വാ, ഞാൻ വിളിച്ചതും നിങ്ങൾ വന്നതും എല്ലാം ഒരുപോലെയായി. ഞാനിപ്പോ വരാവേ. അതെ, കുടിക്കാനൊന്നും എടുക്കണ്ട, ഞങ്ങളിപ്പോ കഴിച്ചതേ ഉള്ളൂ. ആഹാ, ശകലം നാരങ്ങ ഉള്ളെങ്കിലും. വേണ്ട അമ്മായി. ഇങ്ങോട്ട് വരുമ്പോ വഴിന്ന് കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിലെനിക്കിത്തിരി ദേഷ്യമുണ്ട്. നേരത്തെ പറയാതെ വരുന്നതല്ലേ, അതുകൊണ്ടാ. അല്ല, അന്ന് വീട്ടിൽ വന്നപ്പോഴും ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. പിന്നെ ഉദയനിപ്പോ നാടകത്തിന്റെ പരിപാടി ഒന്നും ഇല്ലേ? പുതിയ നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. ഞാൻ കരുതി അതൊക്കെ വിട്ടുന്നു, അതാ. ആ, ചിലപ്പോ തോന്നാറുണ്ട് പഠിച്ചവതരിപ്പിക്കുന്ന നാടകങ്ങളിൽ വലിയ കഴമ്പില്ലാന്ന്. അതിലും വലിയ നാടകങ്ങളും അന്തർനാടകങ്ങളും അല്ലേ റിയൽ ലൈഫിൽ നടക്കുന്നത്. ഉദയം പറഞ്ഞാ ശരിയാ. എന്തൊക്കെ നാടകങ്ങളുടെ കഥകളാ ദിവസേന ടിവിയിലും പത്രത്തിലും ഒക്കെ കാണുന്നത്. ഭാസ്കരമാവൻ ഇങ്ങോട്ട് വരാറില്ലേ? ചെലപ്പോ വരാറുണ്ട്. ഭാസ്കരേട്ടൻ ഈയിടെയായിട്ട് എല്ലാത്തിലും അതൃപ്തിയാ. എന്തോ ഒരു മുൻകോപം പോലെ. പ്രായമായതിന്റെ ആയിരിക്കുവേ. ആ, വല്യേട്ടൻ വന്നല്ലോ. ഹായ് ഉദയൻ. ഹായ്. വലിയേട്ടൻ എപ്പോഴും ഇങ്ങനെ, വിശേഷിച്ച് ആരെങ്കിലും വന്നാ അപ്പൊ ആളിന്റെ പ്രസൻസ് ഉണ്ടാവും. കുറച്ചു മുമ്പ് ഉദയന്റെ കോൾ ഉണ്ടായിരുന്നു. ആ, ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയതാ. അമ്മയുടെ പേരില് നമ്മൾ തുടങ്ങാൻ പോകുന്ന ട്രസ്റ്റിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയായിരിക്കും ഇവര് വന്നത്. അതായിരിക്കും വല്യേട്ടനെ വിളിച്ചത്. എങ്കിൽ പ്രതാപേട്ടനെ കൂടി അറിയിക്കാമായിരുന്നു. ഓ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. പിന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാലും മതിയല്ലോ. ഉദയൻ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിലോ? പ്രതാപനെ വിളിച്ചു ഉദയ? ഇല്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ആ,
അത് തന്നെ ഞാനും പറഞ്ഞത്. വലിയേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം പറഞ്ഞു. ട്രസ്റ്റിനെ പറ്റി ഒരു പത്രവാർത്ത കൊടുക്കുന്ന കാര്യമാണ്. ജസ്റ്റ് ഒരു അറിയിപ്പ്. ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഫോം ചെയ്തതായി ഒരു അനൗൺസ്മെന്റ്. അല്ല, അത് പിന്നീട് ഗുണം ചെയ്യും. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാലേ നന്ദനെ? അല്ല, നന്ദന ഇന്ന് പൊതുവെ സൈലന്റ് ആണെന്ന് തോന്നല്ലോ. വാട്ട് ഹാപ്പൻ ടു യു? എന്തു പറ്റി നന്ദനെ? ട്രസ്റ്റിനുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതല്ല, വേറൊരു പ്രശ്നമുണ്ട്. അതെ, നന്ദൻ എന്നുള്ളൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ വന്നത് മുത്തശ്ശിയാ. അമ്മയോ? അതെ, തന്റെ പേരില് ട്രസ്റ്റോ ഫൗണ്ടേഷനോ ഒന്നുമല്ല, ആത്മാവിന് ശാന്തിയാ വേണ്ടെന്ന് മുത്തശ്ശി സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു. മരണം കഴിഞ്ഞുള്ള എല്ലാ ചടങ്ങുകളും നമ്മൾ നടത്തിയതാണല്ലോ. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. തിലഹോമം ഉൾപ്പെടെയുള്ള എല്ലാ കർമ്മങ്ങളും നമ്മളൊന്ന് ചെയ്തിരുന്നു. ആ, കർക്കിടകവാവിന് ഞാൻ പാപനാശത്ത് പോയാ ബലിയിട്ടത്. പക്ഷേ മുത്തശ്ശിയുടെ ആത്മാവിന് മോക്ഷം ലഭിച്ചിട്ടില്ല. എന്തോ പ്രശ്നമുണ്ട്. അതിപ്പോ നന്ദന വെറുതെ ഒരു സ്വപ്നം കണ്ടെന്നല്ലേ ഉള്ളൂ. വെറും സ്വപ്നം അല്ല മായി, അതിലെന്തോ സത്യമുണ്ട്. സ്വപ്നത്തിൽ നിന്ന് ഞാൻ ഞെട്ടി ഉണരുമായിരുന്നു. അവസാനം മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട്. ഞാൻ മരിച്ചതല്ലെന്നാ മുത്തശ്ശി പറഞ്ഞത്.